ഭാഗമായി നടന്ന സോക്കർ ഗാല പ്രവചന മത്സരത്തിന്റെ സമ്മാനദാനം നടത്തുകയാണ്. ബമ്പർ സമ്മാനവും ഫൈനലിലെ മത്സര വിജയികൾക്കുള്ള സമ്മാനവും കൈമാറുന്ന ചടങ്ങിലേക്ക്. ഒരു അനുഭവം അടിപൊളി, സൂപ്പർ. ഒന്നാമത് ഞാൻ ഒരു ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു വിൽ ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറെ വേൾഡ് കപ്പുകളൊക്കെ നേരിട്ട് കാണാനൊക്കെ ഒരു അവസരം കിട്ടിയ ഒരു ഭാഗ്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായി ന്യൂസ് മലയാളം ആസ് എ ചാനൽ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ മലയാളികളുടെ ഇടയിലേക്ക് എത്തിയിട്ടുള്ള നല്ല ചാനലാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെ തന്നെ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദ വേ യു ആർ പ്രസന്റിങ് ദ ന്യൂസ്, അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് ലോങ് റണ്ണില്. ഇതുപോലെ വേൾഡ് കപ്പിന്റെ കാലത്തെ മാത്രം ഒരു ആരാധകനല്ല ഫുട്ബോളിന്റെ, യുഎഫ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നയാളാണ്. ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ എംബാപ്പയാണ്. അതായത് എംബാപ്പെ ഭയങ്കരമായിട്ട് എന്റെ മനസ്സിനുള്ളിൽ കയറി. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നേരിട്ട് കളി കണ്ടതാണ്. അപ്പൊ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രാൻസ് തോറ്റത് എപ്പോഴും കളിയാണല്ലോ, തോൽവിയും ജയമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനൊരു ഫ്രാൻസ് ഫാനും കൂടിയാണ്. കഴിഞ്ഞ 4 ലോകകപ്പ് നേരിട്ട് പോയിട്ട് കണ്ട ആളാണ്. ശരി, അപ്പം നമുക്ക് ഒരു മാർക്കറ്റിംഗ് ടീം, ഒരു ശക്തമായ മാർക്കറ്റിംഗ് ടീം ഇവരുണ്ട്. അവരില്ലാതെ ഈ പരിപാടി ഒരു കാരണവശാലും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർക്കറ്റിംഗ് ഹെഡ് ശ്രീ അരുൺ നായർ, അതേപോലെ കേരള ഇവന്റ് ഹെഡായ എം രഞ്ജിത്ത് എന്നിവരെയും ഞാൻ ഈ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു പറഞ്ഞപ്പോ തന്നെ സാറ് ഓക്കെ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. സാറ് ഒരു ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ട് ഒരു ഇതും തന്നില്ല. അപ്പൊ തന്നെ സാറ് ഓക്കെ. അതെ, അപ്പൊ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്ത ഒരു ഗംഭീര പരിപാടിക്ക് സാർ എന്തായാലും സ്പോൺസർ ആയി എന്നുള്ളത്. രഞ്ജിത്തേട്ടാ, 2 വാക്ക്. ഓക്കെ, നമ്മള് ഫസ്റ്റ് തന്നെ ജിടെക് ആണ് നമ്മളെ മനസ്സിൽ വന്ന് വേൾഡ് കപ്പ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ സ്പോൺസർഷിപ്പിന് സാറ് പോയി കണ്ടു. സാർ ഓക്കെ ആ സമയത്ത് തന്നെ പറഞ്ഞു. എന്തായാലും ജിടെക്കിന് ന്യൂസ് മലയാളത്തിന്റെ മാർക്കറ്റിംഗ് ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവരും ആയ സ്ഥിതിക്ക് രുചീഷ്, നമുക്ക് നമ്മുടെ സ്പോർട്സ് ടീമിനെ കൂട്ടാതെ പോകാൻ പറ്റില്ല. ഈ സ്പോർട്സ് ടീമിനെ ഈ ഒരു കാലം, ലോകകപ്പ് കാലം മുഴുവൻ നയിച്ചുകൊണ്ട് പോയത് നമ്മുടെ പ്രിയപ്പെട്ട രുചീഷ് വി രവീന്ദ്രനും ടീമുമാണ്. രുചീഷ് വി രവീന്ദ്ര, ഹായ്, കൺഗ്രാറ്റ്സ്. 2 വാക്ക് പറയാം. ഇല്ല, നല്ല സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ലോകകപ്പിന്റെ റിപ്പോർട്ടിംഗ് ആണ് ഏറ്റവും വലിയ സന്തോഷമായി നിന്നത്. പക്ഷെ എല്ലാ കാര്യത്തിലും അറിയാം, നമുക്ക് ഇത്തരം സ്പോൺസർഷിപ്പും കാര്യങ്ങളുമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ. പക്ഷെ നമ്മൾ ചെയ്യുന്ന വാർത്തകൾ എത്തിക്കാൻ, ആളുകൾ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു കാരണമായ ഒരു പരിപാടിയാണ്. അത് വളരെ ഭംഗിയായി തന്നെ നടന്നു. നമ്മൾ ഈ വേൾഡ് കപ്പ് മുഴുവൻ നമുക്കറിയുന്ന പോലെ മത്സരമൊക്കെ പുലർച്ചെയൊക്കെ നടന്ന മത്സരം കഴിയണം. അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ സോർട്ട് ചെയ്യണം, അത് ഒരാളിലേക്ക് എത്തണം, അത് 6:30 തന്നെ ഷൂട്ട് ചെയ്യണം. ശ്രമകരമായ പരിപാടിയായിരുന്നു. നമ്മുടെ സിയാ സൂസന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായി അവരത് ചെയ്തു. അത് നമ്മുടെ ഇന്റേൺഷിപ്പ് കുട്ടികളൊക്കെ സഹായിച്ചത്, ഇവിടെ തന്നെയുള്ള അഡ്മിനിലെ ചില ആളുകളൊക്കെ സഹായിച്ചത് നല്ല രീതിയിൽ തന്നെ ചെയ്തു. നമ്മൾക്ക് ഓരോ ദിവസവും പല ആളുകൾക്കും, ഈ അയക്കുന്ന ആളുകൾക്ക് പല പരാതികൾ ഉണ്ടാകും. കാരണം നിങ്ങളുടെ സമയം 9 മണിക്ക് മുൻപ് അയക്കണം, അങ്ങനെ തുടങ്ങിയ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആ പരാതികൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ എനിക്ക് തോന്നുന്നു 1.5 ലക്ഷത്തോളം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ മുഴുവൻ വാട്സപ്പ് വഴി തന്നെ അത് സോർട്ട് ചെയ്യണം. അതൊക്കെ വിജയകരമായി ചെയ്ത ആളുകളാണ് അവരൊക്കെ. അതിലൊരു ചെറിയ ക്രെഡിറ്റ് നമുക്ക് ജിടെക്കിനും തരണം കേട്ടോ. അതായത് നമുക്ക് ജിടെക്കിന് കേരളത്തിൽ 233 ട്രെയിനിങ് സെന്ററുകൾ ഉണ്ട്. ഈ ഇവിടെയുള്ള എല്ലാവരും ഇതില് പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം എല്ലാ സമയത്തും ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കും. നമുക്ക് ഇപ്പൊ മെഞ്ഞാന്നാണ് നമ്മള് ഈ വർഷത്തെ 7 മാസം ആയിട്ടില്ല, 1 ലക്ഷം കുട്ടികൾ നമുക്ക് അഡ്മിഷൻ എടുത്തു. കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മളെ ഫാത്തിമ തഹലിയ അമ്മില്ല മെഞ്ഞാന്ന്. അപ്പോൾ അത്രയും വലിയ ഒരു സ്റ്റുഡന്റ് ക്രൗഡിലേക്ക് നമുക്കിത് പുഷ് ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൂടി ഒന്ന് അഭിനന്ദിക്കണം. ഫുൾ ക്രെഡിറ്റും ജിടെക്കിനാണ്. അപ്പൊ നമുക്കെങ്കിൽ ബമ്പർ സമ്മാനത്തിലേക്ക് വിതരണത്തിലേക്ക് കിടക്കാം അല്ലെ. ഇപ്പോ 104 മത്സരങ്ങളിലും ശരിയുത്തരം അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുത്ത ബമ്പർ സമ്മാന വിജയി മലപ്പുറം സ്വദേശിയായ അനീഷ് കൊല്ലമ്പടിയാണ്. അനീഷ് കൊല്ലമ്പടി, സ്വാഗതം. ഹായ്.
സന്തോഷമായിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ഈ വേദിയിൽ നിൽക്കാൻ കഴിയാന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്, അഭിമാന നിമിഷമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രവചന മത്സരത്തിൽ വിന്നറാവും എന്നുള്ളത്. വളരെ സന്തോഷം. അന്ന് ആ വിജയ് ഞാനാ ഫോൺ വിളിച്ച് പറഞ്ഞേ, മനസ്സിലായിരുന്നോ? തീർച്ചയായിട്ടും അടിച്ചു മോനെ. അവര് ഇങ്ങനെ ഒരു കാളിയൊന്നും നിന്നിട്ടുണ്ട്, ഒരിക്കലും മറക്കൂല. എനിവേസ് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും മലപ്പുറത്തിന്റെ ഈറ്റില്ലാത്തല്ല വരുന്നത്. ഫുട്ബോളിന്റെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. മലപ്പുറം ചേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്? വിശേഷങ്ങൾ എന്താ? വീട്ടിലെ സുഖം. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏടത്തിയമ്മ, അങ്ങനെ സന്തുഷ്ടമായിട്ടുള്ള കുടുംബം അങ്ങനെ പോകുന്നുണ്ട്. കൂടെ ആരാ വന്നിട്ടുള്ളത്? കൂടെ അമ്മാവന്റെ മോൻ ജിനീഷ് ഉണ്ട്, പിന്നെ സുഹൃത്ത് അനിലേച്ചി ഉണ്ട്, ഇവിടെ എറണാകുളം ബംഗാളിലുള്ള സുഹൃത്തുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്നാ ഇഷ്ടപ്പെട്ട ടീം ഏതായിരുന്നു? ഞാൻ അർജന്റീനയാണ്. പല വിമർശനങ്ങളും നേരിട്ടെങ്കിലും അർജന്റീനയാണ്. പണ്ട് മുതലേ അർജന്റീനയാണ്. പലരും ഓരോ ടീം പോകുമ്പോഴും കുപ്പായം പലതും മാറ്റുന്ന ടീമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ സാമ്പാർ മുന്നണിയൊക്കെ രൂപപ്പെട്ട ഒരു ഫുട്ബോൾ കാലം കൂടി. അതെ, ബ്രസീൽ തോൽക്കുമ്പോ പോർച്ചുഗലിനൊപ്പം പോവും, പോർച്ചുഗൽ വേറെ ടീമിന്റെ ഒപ്പം പോവും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, അർജന്റീന ഫാൻ ആണ്, പക്ഷെ സ്പെയിൻ ജയിക്കുമെന്ന് പ്രവചിച്ചിട്ടാണ് ഒരിക്കലല്ല. അങ്ങനെ ഒരു തെറ്റായ ധാരണ നാട്ടിൽ പരക്കുന്നുണ്ട്. ഞാൻ അന്നും അർജന്റീന ജയിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പ്രവചിച്ചിരുന്നത്. പക്ഷെ തെറ്റിദ്ധാരണ ഇത് പുറത്തു വന്നപ്പോ എല്ലാരും തെറ്റിദ്ധാരണയിൽ പരത്തിയിട്ടുണ്ട്. അർജന്റീനക്കാരനായതുകൊണ്ട് എന്തുകൊണ്ട് സ്പെയിൻ ജയിക്കുമെന്ന് പ്രവചിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു വിമർശനം വരെ നേരിട്ട സംഗതി ഉണ്ടായി. അതിൽ നമുക്കൊരു ക്ലാരിറ്റി വരുത്താം. അതായത് നമ്മൾ ഈ ഫുട്ബോൾ കാലത്ത് മുഴുവൻ നടത്തിയ മത്സരങ്ങളിൽ ഓരോ മത്സരത്തിലും ശരിയുത്തരം പ്രവചിച്ച എല്ലാവരെയും നമ്മൾ ഈ ബമ്പർ നറുക്കെടുപ്പിലേക്ക് പരിഗണിച്ചിരുന്നു. അങ്ങനെ പരിഗണിക്കപ്പെട്ടല്ല ഭാഗ്യവാനാണിത്. സ്വന്തം പക്ഷത്ത് അടിയുറച്ച് ഈ വിജയം. ശരി, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സർ നമുക്ക് കൊടുത്താലോ ജീറ്റക്കിന്റെ നമ്മുടെ ഓക്കെ മെഹ്റൂഫ് മണലോടി സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട അനീഷിന് നൽകുന്നതായിരിക്കും. വാവ്, അതെ അതെ അതെ. ഇപ്പൊ നമ്മള് മെഞ്ഞാന്നൊരു ഇതുപോലെ ലക്കി ഡ്രോ എടുത്ത് അത് വളാഞ്ചേരിയുള്ള ഒരാൾക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. ഭാഗ്യം മുഴുവൻ മലപ്പുറത്താണുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ബമ്പർ വിജയി അനീഷ് കൊല്ലമ്പടി അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. ജീടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടറാണ് ബമ്പർ സമ്മാനമായിട്ട് പ്രിയപ്പെട്ട അനീഷിന്. അപ്പൊ ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ സർ ഒരുപാട് സന്തോഷം. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും വരുന്ന ഒരുപാട് ഇവന്റുകൾ ഇനി വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നുള്ള ഇവന്റുകളൊക്കെ. അല്ല, ഇന്ന് ഞാൻ ന്യൂസ് മലയാളത്തിനെ പറ്റി ഒരുപാട് മനസ്സിലാക്കി ഇന്നിവിടെ വന്ന സമയത്ത്. അപ്പോൾ പിന്നെ നമ്മളെ ന്യൂസ് തമിഴ് എന്ന് പറഞ്ഞ നല്ല ചാനലുണ്ട് എന്ന്. കാരണം നമുക്ക് തമിഴ്നാട്ടിലും ഏകദേശം 100ഓളം GTech ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നല്ലൊരു പ്രോഗ്രാം, നമ്മൾ ഇതുപോലുള്ള നല്ല എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ നമുക്ക് തമിഴ്നാട്ടിൽ നമുക്ക് എന്തായാലും ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ ഞാനത് ന്യൂസ് മലയാളം തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യമായിട്ട് എൻ്റെ കൂടെ 20 വർഷം മുമ്പേയുള്ള ശാന്തകുമാറാണ് ഇതുപോലെ ഒരു പുതിയ ചാനൽ, കോഴിക്കോട് ബ്യൂറോ ചീഫോ എന്തോ ആണ്. ശാന്തകുമാറാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ചാനൽ വരുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ 10-25 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരു ആളാണ് ശാന്തകുമാർ. അതിനുശേഷം പിന്നെ അവിടെ വന്ന മാർക്കറ്റിംഗ് ആൾക്കാരൊക്കെ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. ഓരോ നമ്മളുടെ GTechന്റെ പ്രോഗ്രാമും നല്ല രീതിയിൽ കവർ ചെയ്ത ആ ന്യൂസ് പ്രസൻറ്റേഷനും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. നിങ്ങൾ ആ സ്റ്റുഡിയോ പ്രസൻറ്റേഷനും ഈവൻ യു ആർ ഓസം, മനസ്സിലായില്ല, ദ വേ യു ആർ പ്രസൻറ്റിങ് ദ ന്യൂസ്. കാരണം അത് മനസ്സിലേക്ക് എത്തുന്ന രീതിയിലാണ് ആ ന്യൂസ് വായിക്കുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ. അപ്പം അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല ഈ 1.5 ലക്ഷം ആൾക്കാരെ ഇതിൽ പങ്കെടുത്ത്. ഇതിലും കൂടുതൽ പങ്കെടുക്കണം ശരിക്കും. കാരണം ആ ഒരു ലെവലിലുള്ള ഡെപ്ത് ന്യൂസ് മലയാളത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും. നല്ല ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ. താങ്ക് യു മെഹ്റൂഫ് സർ, താങ്ക് യു. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം. ചേച്ചി 2 വാക്ക്. മലപ്പുറത്തിൻ്റെ കേരള ഫുട്ബോളിന്റെ ഈറ്റിലാണ്